2020 നടന്ന അനലിസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് ട്രീറ്റഡ് വിത്ത് പെൻസിലാമിൻ? ഓപ്ഷൻ തരാം: ക്രോൺസ് ഡിസീസ്, അൽഷിമേഴ്സ് ഡിസീസ്, വിൽസൺ ഡിസീസ്, കാരിയൺസ് ഡിസീസ്. ഇവിടെ പെൻസിലാമിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പർ ചിലേറ്റിംഗ് ഏജൻ്റാണ്. അത് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ കോപ്പർ പോയ്സണിങ്ങിനാണ് പെൻസിലാമിൻ യൂസ് ചെയ്യുന്നത്. അത് വേറെ എന്തിനു യൂസ് ചെയ്യും? പെൻസിലാമിൻ മെർക്കുറിക് പോയ്സൺ ഉപയോഗിക്കും, ക്രോണിക് ലെഡ് പോയ്സണും കൂടെ പെൻസിലാമിൻ ഉപയോഗിക്കും. അപ്പോൾ നമ്മളെ ബോഡിയിൽ കോപ്പറിൻ്റെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്താലുള്ള അസുഖമാണ് വിൽസൺ ഡിസീസ്. അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് ട്രീറ്റഡ് വിത്ത് പെൻസിലാമിൻ? അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് വിൽസൺ ഡിസീസാണ്. വിൽസൺ ഡിസീസിൻ്റെ വേറൊരു പേരാണ് ഓൾസോ നോൺ ആസ് ഹെപ്പാറ്റോ ലെൻറ്റിക്കുലാർ ഡീജനറേഷൻ. അപ്പോൾ പെൻസിലാമിൻ്റെ കെമിക്കൽ നെയിം കൂടെ നമുക്ക് ഓർത്ത് വെക്കാം. ഡൈമീഥൈൽ സിസ്റ്റീൻ ആണ് പെൻസിലാമിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. അതിൻ്റെ ഓൾസോ യൂസ്ഡ് ഇൻ റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ഉപയോഗിക്കും, സ്ക്ലേറോഡെർമ, പിന്നെ സിസ്റ്റിനൂറിയ, സിസ്റ്റൊക്കെ യൂറിലുള്ള സിസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിലാമിൻ നമുക്ക് ഉപയോഗിക്കും. ഇത്രയൊക്കെയാണ് പെൻസിലാമിനെ പറ്റി പഠിക്കേണ്ടത്. അപ്പോൾ പെൻസിലാമിൻ്റെ ട്രീറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് ട്രീറ്റഡ് വിത്ത് പെൻസിലാമിൻ വെച്ച് വിൽസൺ ഡിസീസാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ജെൽ ഈസ് അസൈഡ് ബൈ? അപ്പോൾ ഓപ്ഷൻ തരാം: ഡിമെട്രി, കോംപ്ലക്സോമെട്രി, റിഡോക്സ് ടൈട്രേഷൻ, നോൺ അക്വസ് ടൈട്രേഷൻ. അപ്പോൾ നമുക്ക് അലൂമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഒന്ന് കേട്ടാൽ തന്നെ ഒരു അലൂമിനിയം, അത് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനാണ്. അപ്പോൾ അതിൻ്റെ അസേ എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എടുക്കുക, അതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക, പിന്നെ കുറച്ച് വാട്ടറായിട്ട് ഡയലൂട്ട് ചെയ്യുക, സോഡിയം മെഡിറ്റേറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നോൺ എക്സസ് എമൗണ്ട് എന്ത് ചെയ്യാം? എക്സസ് ബാക്ക് ടൈട്രേറ്റഡ് വിത്ത് ലെഡ് നൈട്രേറ്റ്. അത് നമ്മൾ ബാക്ക് ടൈട്രേറ്റ് ചെയ്യുക, ലെഡ് നൈട്രേറ്റ് ആഡ് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. അതെന്തിനു വെച്ചാൽ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ആൽക്കലൈൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതൊന്നുകൂടെ ബാക്ക് ടൈട്രേഷൻ നടത്തുക. അപ്പോൾ നമ്മളൊരു റിയേജൻ്റ് സാധനം ആഡ് ചെയ്യും, ഹെക്സാമിൻ. ഈ ഹെക്സാമിൻ ആഡ് ചെയ്തിട്ടാണ് നമ്മളെ അലൂമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ അസേ നടത്തുന്നത്. ഓക്കെ, ഇത്രയും മതി. താങ്ക് യു ഫോർ വാച്ചിങ്.